ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ കയ്യിലുള്ളത് ഒരു പെൻസിലാണ്. പ്രശസ്തമായ ഒരു കഥയിൽ നിന്നാണ് ഞാനിന്ന് തുടങ്ങുന്നത്. നമ്മുടെ കഥയും പ്രശസ്തമാണല്ലോ, അക്കൗണ്ടിങ് കഥകളൊക്കെ പ്രശസ്തമാണ്. അപ്പം അതുപോലെ ഒരു പെൻസിലിൻ്റെ കഥ എന്ന ഒരു പ്രശസ്തനായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ്റെ ഒരു സമാഹാരത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ പെൻസിൽ നമ്മൾ എഴുതാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എഴുതണമെങ്കിൽ നമ്മുടെ ഒരു കൈ വേണം. കൈയില്ലാതെ ഈ പെൻസിലിന് എഴുതാനുള്ള ഒരു സൂത്രവാക്യവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ ജീവിതമാകുന്ന പെൻസിലിനും എഴുതണമെങ്കിൽ ഒരു ശക്തമായ കരം ആവശ്യമാണ്. ആ കരം ദൈവത്തിനോട് വിധേയത്വമുള്ളവർ ദൈവമാണെന്നും അതല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ആണെന്നും ഒക്കെ പറയുന്നവർക്ക് അതാത് മേഖലകളിൽ വിശ്വസിക്കാം. അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കട്ടെ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാനത് ഈ പെൻസിൽ കൊണ്ട് എഴുതുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോബോട്ടുകളും ഉണ്ട്, പക്ഷെ അതൊക്കെ ഒരു നിയന്ത്രിതമാണ്. അത് നിയന്ത്രിക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ കരങ്ങളാലാണ്. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് ഈ പെൻസിലിൻ്റെ ഇപ്പുറത്ത് നമ്മളെല്ലാ പെൻസിലിനും ഇപ്പോൾ ഉണ്ടാവും ഒരു റബ്ബറിൻ്റെ കഷ്ണം ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ എഴുതുമ്പോൾ തെറ്റുണ്ടാകും, അത് സ്വാഭാവികമാണ്. നമ്മൾ എഴുതുമ്പോഴും തെറ്റുണ്ടാകും. പെൻസിൽ എഴുതുമ്പോൾ തെറ്റുണ്ട് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബർ അതിനോട് കൂടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ എഴുത്താകുന്ന ഈ കാലഘട്ടത്തിലും നമുക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ മായ്ക്കാനായിട്ട് ഉള്ള ഒരു ടൂളായിട്ട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നമുക്ക് ടൂളായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് റബ്ബർ പെൻസിലിനകത്തെ റബ്ബർ അതിനോട് തുല്യനായിട്ട് ഞാൻ കാണുന്നു. മൂന്നാമതായിട്ടുള്ളത് പെൻസിലിൻ്റെ ഒരു ഉപയോഗം അടയാളപ്പെടുത്താനുള്ളതാണ്. അതൊന്ന് എവിടെയെങ്കിലും ഒന്ന് കോരിയാൽ അത് അടയാളപ്പെടുത്തും. അത് നമ്മുടെ ഈ ജീവിതത്തിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തലുകൾ ആവശ്യമാണ്, പെൻസിലിനെ പോലെ. പിന്നെ പെൻസിലിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പെൻസിലിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്? ഒന്ന് ചാറ്റിൽ വരാമോ? ഞാൻ മാത്രം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഗുഡ് മോർണിംഗോ? പെൻസിലിൻ്റെ ഉപയോഗം റൈറ്റിംഗ് ഞാൻ പറഞ്ഞു. ഈ പെൻസിലിൻ്റെ ഈ പുറംഭാഗം ഒരു മരത്തിൻ്റെ പീസ് കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷേ അതിൻ്റെ ഉൾഭാഗം ഒരു ഗ്രാഫൈറ്റാണ്. മരത്തിൻ്റെ ഈ പെൻസിലിൻ്റെ പുറംഭാഗം കൊണ്ടല്ല നമ്മൾ എഴുതുന്നത്, മറിച്ച് അതിൻ്റെ ഉള്ളിലെ ഗ്രാഫൈറ്റിനെ നോക്കിയിട്ടാണ്. ഈ പെൻസിലിൻ്റെ പുറംഭാഗത്തെ കൊണ്ട് നമുക്കൊരു ഉപയോഗവുമില്ല, മറിച്ച് പെൻസിലിൻ്റെ അകത്തെ ഗ്രാഫൈറ്റിനാണ് നമ്മൾ നോക്കുന്നത്, അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നതാണോ എന്നുള്ളത്. അതുപോലെ മനുഷ്യൻ്റെ പുറമോടിക്കകത്ത് ഒന്നുമില്ല, മറിച്ച് മനുഷ്യൻ്റെ ഉള്ളിനകത്താണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടത്. ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളത് പോലെ ഒരു നോളജോ അല്ലെങ്കിൽ ഒരു വെളിച്ചമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടത്. ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ സിദ്ധാർത്ഥനായിരുന്നപ്പോൾ അതേ ആൾ തന്നെയാണ് ശ്രീബുദ്ധനായപ്പോഴും പറഞ്ഞത്. സിദ്ധാർത്ഥനും ശ്രീബുദ്ധനും ഒരേ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ബോധോദയം ഉദിച്ചപ്പോൾ സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായിട്ട് മാറി. വിവേകാനന്ദനും അങ്ങനെ തന്നെ, നരേന്ദ്രൻ വിവേകാനന്ദനായതും അങ്ങനെ തന്നെയാണ്. നരേന്ദ്രനായപ്പോഴും അദ്ദേഹം ഒരു വ്യക്തിയാണ്, വിവേകാനന്ദനായപ്പോഴും ഒരു വ്യക്തിയാണ്. പക്ഷെ നരേന്ദ്രൻ പറഞ്ഞതല്ല വിവേകാനന്ദൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഓരോ വ്യക്തികളും ഉള്ളിലെ കാമ്പ് കൊണ്ടാണ്, ഉള്ളിലെ ഗ്രാഫൈറ്റ് കൊണ്ടാണ് പെൻസിലിനെ പോലെ ആകേണ്ടത്. പിന്നീട് അടുത്ത ഒന്നുള്ളത്, പെൻസിലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കുറഞ്ഞ അത് എഴുതാൻ ക്ലിയർ അല്ലെങ്കിൽ നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് എന്താ ചെയ്യുക, അതൊന്ന് എന്തെങ്കിലും ഒരു എന്താ പറയാ കട്ടർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ട് നമ്മൾ അതിനെ ഷാർപ്പൺ ചെയ്യും. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇടയ്ക്ക് ഇതൊന്ന് ഷാർപ്പൺ ചെയ്യും. ഈ ഷാർപ്പൺ ചെയ്യുമ്പോൾ പെൻസിലിന് വേദനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതിന് മരത്തിൻ്റെ ഭാഗം ഗ്രാഫൈറ്റും കൂടെ പോയി ഷാർപ്പായിട്ടാണ് നമ്മൾ എഴുതുന്നത്. വേദനിക്കും, പക്ഷെ പെൻസിൽ അത് കാര്യമാക്കുന്നില്ല. കാരണം പെൻസിൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഇത് ഷാർപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്
അതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വേദനിക്കും. അതൊക്കെ നല്ല ഉദ്ദേശത്തിനാണ് എന്ന ഒരു നോ പെയിൻ നോ ഗെയിൻ. ഓക്കെ, ദാറ്റ്സ് എ പോളിസി. ഇത്രയും ചിന്താഗതികളാണ് ഒരു പെൻസിൽ എന്നെ ഓർമ്മിപ്പിച്ചത്. ഞാൻ ആ പെൻസിൽ ഇവിടെ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞതാ. ആ പെൻസിലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധ ആ പെൻസിൽ എന്ന കഥാപാത്രത്തിലേക്ക്, ഒരു ഇംഗ്ലീഷ് പോയറ്റിന്റെ, ഒരു ഇംഗ്ലീഷ് റൈറ്ററുടെ ഒരു കഥയാണത്. അദ്ദേഹം എഴുതിയ കഥയാണത്. ആ കഥയിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു മുത്തശ്ശിയും ചെറുമകനും കൂടെ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് പെൻസിലിന്റെ കഥ. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും വായിക്കുന്നവർക്കും വായിക്കാത്തവർക്കും ഇനി വായിക്കാൻ പോകുന്നവർക്കും ഈ പെൻസിലിന്റെ കഥയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കാം. അക്കൗണ്ടിങ് നിങ്ങൾ എഴുതി ചോദിക്കുന്ന പോലെ അക്കൗണ്ടിങ് പ്രോബ്ലംസിന്റെ കറക്റ്റ് ആൻസേഴ്സ് ഞാൻ സെൻഡ് ചെയ്ത് തരും. എൻ്റെ മിഷൻ പൂർത്തിയായിട്ടില്ല. എൻ്റെ മിഷൻ പൂർത്തിയാവാൻ ഇന്നുകൂടെ അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമേ അത് പൂർത്തിയാകൂ. അതായതിനു ശേഷം നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും ഒക്കെ ആക്യുറേറ്റ് നിങ്ങൾക്ക് എഴുതി ഞാൻ അയച്ചു തരും. അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിപ്പയർ ചെയ്ത എനിക്കൊരു ടെൻഡൻസി ഉണ്ട്, നിങ്ങൾക്ക് എഴുതി തരണമെന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ തന്നെയുള്ള കൊളീഗ്സ് പലരും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളുടെ അസൈൻമെന്റ് വാല്യുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ കൂടെ കഴിഞ്ഞ് മറ്റൊന്നൊരു ദിവസം ഒഴിവുണ്ടാകുമല്ലോ. അന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടത്തക്ക രൂപത്തിൽ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ ഒന്ന് കൃത്യമാക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? ടു സെയിൽസ്. നമ്മളൊരു ആ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ടു സെയിൽസ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? വരവ് കോളത്തിൽ നമ്മൾ 1,50,000 എന്ന് എഴുതുന്നു. 2 ദിവസത്തിന് ശേഷം അതിൻ്റെ സെയിൽസ് റിട്ടേൺ ഉണ്ടാകുന്നു. മോഹന് അതിൽ ഒരു 25,000 രൂപ കടം കൊടുത്തു. മോഹനൻ 5,000 രൂപയുടെ സെയിൽസ് റിട്ടേൺ ചെയ്തു. ഇതാണ് കഥ. എല്ലാവർക്കും ഓർക്കുന്നുണ്ടാവും ഇല്ലേ? ഓർക്കുന്നില്ലേ? ഓക്കെ, അപ്പോ ഈ സെയിൽസ് 1.5 ലക്ഷം രൂപയിൽ അത് കടം കൊടുത്തത് ബൈ മോഹനാണ്. മോഹനെ 25,000 രൂപയ്ക്ക് കടം കൊടുത്തു. ഇത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ 1.5 ലക്ഷത്തിന്റെ എത്രയെങ്കിലും ആവട്ടെ, ഒരു 1.5 ലക്ഷത്തിന് നമ്മൾ സെയിൽ ചെയ്തു. അതിൽ 25,000 രൂപയ്ക്ക് കടം കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ മോഹൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് കൊടുത്ത ഗുഡ്സിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ എന്താ എഴുതിയേ? നമ്മൾ എഴുതിയത് ടു മോഹൻ എന്ന് മാത്രമേ എഴുതിയുള്ളൂ. നമ്മൾ അസ്യൂം ചെയ്തത് അത് ക്യാഷ് കൊണ്ടുവന്നു എന്നാണ്. ഞാൻ ബോധപൂർവം ഒരു തെറ്റ് വരുത്തിയതാണ് അവിടെ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം വരണം, പക്ഷെ ആർക്കും സംശയം വന്നില്ലെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എല്ലാവരും ഞാൻ പറഞ്ഞ അതുപോലെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ആരും ചിന്തിച്ചില്ല. പലരും എന്നോട് പോലെ ചോദിച്ചു, അപ്പൊ സെയിൽസ് റിട്ടേൺ എന്തേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അത് ഭംഗിയായിട്ട് സ്കിപ്പ് ചെയ്തു. പക്ഷെ അത് ആരും ചോദിച്ചില്ല. അതിനുശേഷം പ്രോബ്ലത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും ചോദിച്ചില്ല. അതുകൊണ്ട് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങ് ചോദിക്കുകയാണ്. റിവ്യൂവിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ റിവ്യൂ കേട്ടിട്ടില്ല. മറ്റന്നാളൊക്കെയാണ് എനിക്കത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. മോഹന് 25,000 കൊടുത്തതിൽ 5,000 നമുക്ക് കിട്ടിയ പോലെയായി. പക്ഷെ ഈ സെയിൽസ് എന്ന് പറയുന്ന ഫിഗറിന് കുറവ് വരുത്തണ്ടേ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ സെയിൽസ് എന്ന ഫിഗറിന് കുറവ് വരുത്തണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു എൻട്രി പാസ് ചെയ്യണം. മീൻസ് ബൈ സെയിൽസ് റിട്ടേൺ എത്രയാ? 5,000. ഇതാണ് സെയിൽസ് റിട്ടേണിന്റെ എൻട്രി. ഈ ക്രെഡിറ്റിന് കൊടുത്ത സെയിൽസ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉള്ള എൻട്രിയാണ് നിങ്ങൾ കാണുന്നത്. സെയിൽസ് റിട്ടേൺ ബൈ സെയിൽസ് റിട്ടേൺ 5,000 ടു മോഹൻ 5,000. അതേ സമയത്ത് ക്യാഷിനാണ് കൊടുത്തതെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? ഈ ടോപ്പ് ടു മോഹൻ എന്ന എൻട്രി വേണ്ട. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്?
ക്രെഡിറ്റിന് കൊടുത്ത മോഹൻ ആയതുകൊണ്ടാണ്, മോഹന് ക്രെഡിറ്റ് കൊടുത്ത സെയിൽസ് ആയതുകൊണ്ടാണ് നമ്മൾ ബൈ സെയിൽസ് റിട്ടേൺ എന്ന് എഴുതി 5000 എഴുതിയതും ടു മോഹൻ എന്ന് എഴുതി 5000 എഴുതിയതും. കിട്ടിക്കാണും. ഞാൻ അത് കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ആദ്യത്തെ പ്രാവശ്യം ഇത് പറയാതിരുന്നത്. ഓക്കെ. രണ്ടാമത്, ഇനി പർച്ചേസ് റിട്ടേൺ ഞാൻ പറഞ്ഞിരുന്നു, മനസ്സിലായി? ഓക്കെ. ഇനി പർച്ചേസ് റിട്ടേൺ നമ്മൾ പറഞ്ഞിരുന്നു. പർച്ചേസ് റിട്ടേൺ എൻട്രി പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എൻട്രി എന്താ എഴുതാറ്? ബൈ പർച്ചേസ് 2 ലക്ഷം. അതിലെന്താ എഴുതിയിരുന്നേ? ടു XYZ ലിമിറ്റഡ് 50,000 റുപ്യക്കല്ലേ നമ്മൾ കടം വാങ്ങിച്ചു എന്ന് കരുതുക. ഓക്കെ. അതിലെ 8,500 രൂപ ഞാൻ വരാം, ഒന്നുകൂടെ ഞാൻ പറയാം അത്. അപ്പൊ ഇപ്പൊ പർച്ചേസ് ശ്രദ്ധിക്കൂ. പർച്ചേസ് 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു. ആരുടെ കയ്യിൽ കടമായിട്ട് എത്ര രൂപ വാങ്ങിച്ചു? 50,000 റുപ്യക്ക് വാങ്ങിച്ചു. പർച്ചേസ് 50,000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഓക്കെ. ദെൻ അടുത്ത ഒരു പ്രശ്നമുള്ളത്, ഈ XYZ ലിമിറ്റഡിന്റെ കടം വാങ്ങിച്ചതിൽ നിന്ന് നമ്മളൊരു 8,500 രൂപ പർച്ചേസ് റിട്ടേൺ ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ടു പർച്ചേസ് റിട്ടേൺ. എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബൈ പർച്ചേസ് എന്നാണ് നമ്മൾ എഴുതിയത്. അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി എന്ത് എഴുതുക? ഇവിടെ എഴുതുക ടു പർച്ചേസ് റിട്ടേൺ. എത്രയാ? 8,500. അത് XYZ ലിമിറ്റഡിന് കൊടുത്ത പോലെ കാണിക്കണം. അതുകൊണ്ട് ബൈ XYZ ലിമിറ്റഡ് 8,500. ഇത്രയാണ് പർച്ചേസ് റിട്ടേണിന്റെ എൻട്രി. ഇതും ഞാൻ പറയുന്നു, ക്രെഡിറ്റിന് വാങ്ങിച്ചതാണെങ്കിൽ മാത്രമാണ് ഈ XYZ ലിമിറ്റഡിനെ ചേർക്കേണ്ടതുള്ളൂ. ക്രെഡിറ്റിനല്ല വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ ഈ എൻട്രിക്ക് പ്രസക്തിയില്ല. XYZ ലിമിറ്റഡ് എന്ന് എഴുതിയതിന് പ്രസക്തിയില്ല. നമ്മൾ ആകെ ഒറ്റ എൻട്രി പാസ് ചെയ്യണ്ടു, ടു പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് 8,500 എഴുതിയാൽ മതി. ഇവിടെ എഫക്റ്റ് ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പർച്ചേസിൽ നിന്ന് 2 ലക്ഷത്തിൽ നിന്ന് 8,500 കുറയും. എവിടെ വരുമ്പോ? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ച് എഴുതണം. അതാണ് ഇതിന്റെ ഇഫക്റ്റ്. ഇത് ഡേ ബുക്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. പർച്ചേസ് റിട്ടേണിന്റെ എൻട്രി ആണ്. XYZ ലിമിറ്റഡ് ബൈ XYZ ലിമിറ്റഡിന് 8,500 കൊടുത്തല്ലോ. അതല്ല ഇവിടെ എഴുതിയത്, ബൈ XYZ ലിമിറ്റഡ്. ക്രെഡിറ്റ് ആണെങ്കിൽ, ക്രെഡിറ്റ് അല്ലെങ്കിൽ എന്ത് വേണ്ട? ഇങ്ങനെ ഒരു എൻട്രി വേണ്ട, നേരെ ടു പർച്ചേസ് റിട്ടേൺ മാത്രം ചേർത്താൽ മതി. നേരത്തെ പറഞ്ഞ ഉദാഹരണം മനസ്സിലാക്കാത്തവർക്ക് ഒരിക്കൽ കൂടെ സെയിൽസ് റിട്ടേൺ ഒന്നുകൂടെ ഞാൻ പറയുന്നു. സെയിൽസ് റിട്ടേൺ അപ്പൊ സെയിൽസിന് എന്താ എൻട്രി? ടു സെയിൽസ്. നമുക്കറിയാലോ, വരവ് കോളത്തിൽ എഴുതുന്നതുകൊണ്ട് നമ്മൾ അതിന് ടു സെയിൽസ് എന്ന് എഴുതുന്നു. 2 ലക്ഷം. ഓക്കെ. ഇതിലെ മോഹനെ 25,000 റുപ്യക്ക് കൊടുത്തു, കടം കൊടുത്തു 25,000. 2 ദിവസത്തിന് ശേഷം മോഹൻ 8,500 രൂപയുടെ സെയിൽസ് നമുക്ക്, സെയിൽസ് റിട്ടേൺ ആയിട്ട് 5,000 രൂപയ്ക്ക് സെയിൽസ് റിട്ടേൺ തന്നു. നോക്കിക്കോളൂ. അപ്പൊ എന്താ എഴുതുക? ബൈ സെയിൽസ് റിട്ടേൺ എത്രയാ? 5,000. അതിന് കാരണം വളരെ സിമ്പിളാണ്. ഈ ടു സെയിൽസിനെ എന്താ ആക്കണം? നമുക്ക് കുറയ്ക്കണം. 2 ലക്ഷത്തിൽ നിന്ന് 5,000 കുറയ്ക്കണം. 1,97,000 അപ്പൊ സെയിലായിട്ടുള്ളൂ. 2 ലക്ഷത്തിന് സെയിൽ ചെയ്ത സാധനം 5,000 റുപ്യ പർച്ചേസ് സെയിൽസ് റിട്ടേൺ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് കുറയാനുള്ള എൻട്രി ആകെ മാർഗമുള്ളൂ. അത് കഴിഞ്ഞ് ദെൻ നമ്മൾക്ക് എന്ത് ചെയ്യണം? മോഹന്റെ കയ്യിൽ നിന്ന് ആ 5,000 രൂപ വരെ വെക്കണം. മോഹൻ പിന്നെ 5,000 രൂപ തരാനുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് 5,000 വരെ വെക്കണം. ഇതാണ് സെയിൽസ് റിട്ടേൺ. ക്രെഡിറ്റിൽ വാങ്ങിച്ചു പോയതിനുള്ള സെയിൽസ് റിട്ടേൺ. ക്യാഷിനാണെങ്കിൽ ഒരിക്കലും ഈ ടു മോഹൻ എന്ന എൻട്രി വരില്ല. ബൈ സെയിൽസ് റിട്ടേൺ എന്ന് മാത്രമേ വരുള്ളൂ. എനി ഡൗട്ട്? ഈ രണ്ടിനും നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം മനഃപൂർവ്വമാണ് വിട്ടുപോയത്. ഇനി ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്തില്ല വെച്ചെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ.
അപ്പൊ നിങ്ങൾ എഴുതിയ ഡാബുക്കും ലെഡ്ജറും ഒക്കെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക. ഇനി നമ്മൾ കയറുന്നത് ടാലിയിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കും ടാലി എന്താ അത്ര അധികം പഠിക്കാനുള്ളതെന്ന്. ഞാൻ ടാലി പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ പഠിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. ഇപ്പൊ ടാലിയുടെ ആ സ്ക്രീൻ നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാനുണ്ടായിരിക്കും. എല്ലാവർക്കും കാണാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസിലെ സുഹൃത്ത് പെട്ടിരുന്ന് ചെയ്യാണ്, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് കമ്പനി. തോമസ് ആൻഡ് കമ്പനി, കോട്ടയം. തോമസ് ആൻഡ് കോ, കോട്ടയം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അതിനകത്ത് ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ്, മെയിലിംഗ് നെയിം അദ്ദേഹത്തിന്റെ പേര് അത് തന്നെയാണ്. അഡ്രസ് കോട്ടയം. ദെൻ കൺട്രി ഇന്ത്യ, സ്റ്റേറ്റ് കേരള. പിൻകോഡ് എനിക്കറിയില്ല. പിൻകോഡ് സാറേ എത്രയാ? കോട്ടയം പിൻകോഡ് സാർ പ്ലീസ്. 686001 686001. ഓക്കെ താങ്ക് യു സാർ. ദെൻ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. ഒരു ഫോൺ നമ്പർ അടിച്ചോ. നെക്സ്റ്റ്, മൊബൈൽ നമ്പർ സെയിം അടിച്ചോ. ദെൻ ഫാക്സ് ഉണ്ടെങ്കിൽ ഫാക്സ് അടിക്കാം, ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ അടിക്കാം. അതൊക്കെ അടിച്ചു പോക്കോളൂ, ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. റൈറ്റ് സൈഡിൽ മുകളിലെ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം. നമ്മൾ 1/4/2020 മുതലാണ് 2021 അക്കൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1/4/2020 മുതൽ അതന്നെ എൻട്രി കറക്റ്റ് ചെയ്തോ. 1/4/2020 തന്നെയാണ് നമ്മൾ ബുക്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1/4 മുതൽ തന്നെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നതും. ഓക്കെ, നെക്സ്റ്റ്. ആ ചോദ്യം സെക്യൂരിറ്റി കൺട്രോൾ എന്നൊരു ചോദ്യമുണ്ട്. നോർമലായിട്ട് അവിടെ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് നമുക്ക് മാത്രം അത് ഓപ്പൺ ആക്കുന്ന ഒരു വിദ്യ ഉപയോഗിക്കാം. പക്ഷെ കുഴപ്പം, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അത് മറന്നു പോയി കഴിഞ്ഞാൽ ആ ടാലി പിന്നെ ആ അക്കൗണ്ട് പിന്നെ തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ളത് നോ എന്നാക്കുന്നു. ഓക്കെ, ദെൻ ബേസ് കറൻസി സിമ്പൽ താഴേക്ക് നോക്കുക. ബേസ് കറൻസി ഇൻഫർമേഷൻ എന്നുള്ളത് നമ്മൾ ഏത് രാഷ്ട്രത്തിലാണോ ഇരിക്കുന്നത് അതിന്റെ കറൻസി സിമ്പലാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇന്ത്യയിലാണെന്നാണ് ഞാൻ ധരിക്കുന്നത്, അതുകൊണ്ട് റുപ്യ അതിന്റെ സിമ്പലാണത്. ദെൻ അതിന്റെ ഫോർമൽ നെയിം INR. സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പ്രീ ഡിഗ്രിക്ക് മുമ്പ്. അപ്പൊ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ശേഷം. ഓക്കെ, അപ്പൊ ഈ സിമ്പല് എമൗണ്ടിന് ശേഷം വേണോ എന്നാണ് ചോദിക്കുന്നത്. സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട്, സിമ്പിൾ എമൗണ്ടിന് ശേഷം വേണോ എന്നാണ് ചോദിക്കുന്നത്. വേണ്ട, കാരണം എപ്പോഴും നമ്മൾ റുപ്പീസ് ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറ്, അതുകൊണ്ടാണ് അവിടെ നോ എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തത്, ഈ സിമ്പിളിനും എമൗണ്ടിനും ഇടയിൽ സ്പേസ് വേണോ എന്നാണ് ചോദിച്ചത്. ഇല്ലെങ്കിൽ ഏതാണ്ട് വൃത്തികേടായിരിക്കും, അതുകൊണ്ട് യെസ് എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ്, എമൗണ്ട് ഇൻ മില്യൺസ്, അത്രയും വലിയ മില്യൺസിൽ കച്ചവടമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. ദെൻ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. ഈ ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞ വാചകം എത്ര നമ്മുടെ എമൗണ്ടിന് ഡെസിമൽ പ്ലേസസ് വരിക? 2 3? 2. ഓക്കെ, 2. ആ 2നെ എന്താ പറയുക? പൈസ എന്നാണ് പറയുക. അതാണ് പൈസ എന്നാണ് എഴുതിച്ചിട്ടുള്ളത്. ഓക്കെ, വേർഡ്സിൽ എഴുതുമ്പോഴും എത്ര ഡെസിമൽ പ്ലേസസ് തരണം എന്നാണ് ചോദിച്ചിട്ടത്. 2. ദെൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, യെസ്. ഒരു സെക്കൻഡ് സമയം എടുക്കും അത് ഇതായി വരാൻ. കാരണം ഞാൻ പഠിപ്പിക്കാൻ നിൽക്കുന്ന ഹാളിൽ നിന്ന് ഒരു സെക്കൻഡ് കുറച്ച് ലെങ്ത്തിലാണ് അതിൻ്റെ സെർവർ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അതിന്റെ സൈഡിൽ നോക്കിക്കേ. ലെഫ്റ്റ് കോർണറിൽ തോമസ് ആൻഡ് കോ കോട്ടയം എന്ന് നിങ്ങൾക്ക് എഴുതി കാണാം. കണ്ടോ, മൗസ് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അതിന്റെ മുകളിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, 2020-21 കറന്റ് പീരീഡ് എന്നാണ്. നമ്മൾ നിൽക്കുന്ന ഡേറ്റ് 1/4/2020 ആണ്. കണ്ടല്ലോ, ഇത്രയുമാണ് നമ്മൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്നതിൽ മാസ്റ്റേഴ്സിൽ വരുന്നു. ഏറ്റവും ആദ്യം ഒരു അക്കൗണ്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിന്റെ അക്കൗണ്ട്സ് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പഠിച്ചതൊക്കെ അതിന് വേണ്ടിയാണ്. അപ്പൊ അക്കൗണ്ട്സ് ഇൻഫർമേഷൻ പ്ലീസ്. അത് കഴിഞ്ഞ് നമുക്ക് ലെഡ്ജർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു.
നമ്മൾ ചെയ്തല്ലോ, അത് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ്. ഓക്കെ. നമ്മുടെ തോമസ് സാറ് കൊടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഡാ ബുക്കിലെ ഏറ്റവും ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റലാണ്. അപ്പോൾ അതാണ് നമ്മുടെ ലെഡ്ജർ ആയിരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്, എൻ്റർ അടിച്ചോ. അതിന് അലിയാസ് ചോദിക്കുന്നത്, അലിയാസ് വെച്ച് വേറെ എന്തെങ്കിലും നമുക്ക് ഡീറ്റെയിൽഡ് നെയിം എഴുതണം വെച്ചെങ്കിൽ അത് എഴുതാം. അതായത് പാർട്ട്ണർഷിപ്പിന്റെ അക്കൗണ്ട് ആണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇന്ന ആളുടെ എന്നൊക്കെ എഴുതാൻ നമുക്ക് അതിനകത്ത് പറ്റും. നമുക്ക് അതല്ലാത്തതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് അടിച്ചിട്ട് നമുക്ക് താഴേക്ക് ഇറക്കാം. അണ്ടർ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ്. ഇത് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റാലി എന്ന് പറയുന്ന സാധനത്തിൽ എൻട്രി ചെയ്യാനുള്ള ടൂളൊക്കെ നമ്മുടെ പക്കലുണ്ട്. ഇപ്പോൾ എൻട്രി ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ പക്കലുണ്ട്. പക്ഷെ നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പാണ് പഠിക്കേണ്ടത്. നിങ്ങൾ എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാട്ടൊപ്പം ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു ബാങ്ക് അക്കൗണ്ട്സ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, 2 ദിവസം മുമ്പാണ് നമ്മൾ പറഞ്ഞത്. ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SB അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ആണെങ്കിലാണ് അതിനകത്ത് ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ താഴെ ബാങ്ക് OCCയും ബാങ്ക് ODയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 4ഉം തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുന്നേ പറഞ്ഞതാണ്. ബാങ്ക് അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ കറണ്ട് അക്കൗണ്ടും SB അക്കൗണ്ടും ആണ്. കറണ്ട് അക്കൗണ്ട് ഒരു ബിസിനസ്സുകാരുണ്ടായിരിക്കും. SB അക്കൗണ്ട് സാധാരണ ഒരാൾക്ക് ഏത് ഒരു ഇൻഡിവിജ്വൽ നോർമലായിട്ട് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. ദെൻ പിന്നെ ബാങ്ക് OCC അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, ബാങ്ക് ആധാർ ക്യാഷ് ക്രെഡിറ്റ്. ദെൻ പിന്നെ അടുത്തത് ബാങ്ക് OD അക്കൗണ്ട്. ഇത്തരം ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതാത് ഹെഡിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ബാങ്ക് OD ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്കിൽ അത് ബാങ്ക് OD അക്കൗണ്ടിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ബാങ്ക് OCC ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്കിൽ അത് ബാങ്ക് OCC അക്കൗണ്ടിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് ഉപയോഗിക്കാം, SB അക്കൗണ്ടോ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ദെൻ നെക്സ്റ്റ് ബ്രാഞ്ച് ഓർ ഡിവിഷൻ ആണ്. അത് തൽക്കാലം ഞാൻ പറയുന്നില്ല, അത് കിറ്റ് ചെയ്യുന്നു. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരു വ്യക്തി, ഒരു ഓണർ തന്റെ സ്ഥാപനത്തിൽ ഇറക്കുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പർട്ടിക്കുലർ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റൽ അക്കൗണ്ട്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അണ്ടറിലായതുകൊണ്ട് നമ്മൾ അതാണ് സെലക്ട് ചെയ്യുക. പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല, ഞാൻ അത് മുഴുവൻ പറയാൻ പോവുകയാണ്. ദെൻ അടുത്ത ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മുടെ ഡാ ബുക്കിലെ ഓരോ ദിവസവും വരുന്ന ക്യാഷ് ഇൻ ഹാൻഡ്, അതിലെ ഏറ്റവും അവസാനം നമ്മൾ എഴുതുന്ന അക്കൗണ്ടിന്റെ ഏറ്റവും അവസാനം എത്രയാണോ ക്യാഷ് ഇൻ ഹാൻഡ്, അതാണ് ക്യാഷ് ഇൻ ഹാൻഡ്. ദെൻ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വരും, ക്യാഷ് ഇൻ ഹാൻഡ് വരും, അങ്ങനെ എല്ലാം വരുന്ന ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ് ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് തുടങ്ങിയവ. അതിൽ കറണ്ട് അസറ്റിൽപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് ഉൾപ്പെടുത്താം? കറണ്ട് അസറ്റ് എന്ന ഹെഡിൽ ഉൾപ്പെടുത്താം. ദെൻ കറണ്ട് ലയബിലിറ്റി. നമുക്കറിയാം കറണ്ട് ലയബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ വരുന്ന എന്തൊക്കെയാ? ഒന്ന് സൺട്രി ക്രെഡിറ്റേഴ്സ്, ദെൻ ബാങ്ക് OD, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കറണ്ട് ലയബിലിറ്റീസിൽ ഉൾപ്പെടുത്താം. പക്ഷെ ബാങ്ക് ODക്കൊക്കെ സെപ്പറേറ്റ് ഹെഡ് ഉള്ളത് കൊണ്ട് നമ്മൾ കറണ്ട് ലയബിലിറ്റീസിൽ സൺട്രി ക്രെഡിറ്റേഴ്സും നമ്മൾ പിന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസ് അതൊക്കെ സെപ്പറേറ്റ് ഉള്ളത് കൊണ്ട് കറണ്ട് ലയബിലിറ്റീസ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബാധ്യത തീർക്കാവുന്നവ ഏതാണോ നമുക്ക് തന്നിട്ടുള്ള അക്കൗണ്ടിലെങ്കിൽ അതാണ് കറണ്ട് ലയബിലിറ്റീസിൽ ഉൾപ്പെടുത്തുന്നത്. ഡെപ്പോസിറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണത്, നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യണത് അത് അസറ്റ് ആയിരിക്കും നമുക്ക്. അതാണ് ഡെപ്പോസിറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്താണോ കൊണ്ടുവരുന്നത്, ആ കൊണ്ടുവരുന്നതിനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ ചെലവുകളും ഉൾപ്പെട്ട ഒരു എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മൾ എന്താണോ സ്ഥാപനത്തിൽ നിന്ന് വിൽക്കുന്നത് അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഡയറക്റ്റ് ഇൻകം, നമ്മുടെ സ്ഥാപനത്തിന്റെ എന്താണോ പ്രധാനമായിട്ട് നമ്മുടെ വരുമാനം, സെയിൽസ് ആയിരിക്കും നമ്മുടെ പ്രധാന വരുമാനം, അതാണ് ഡയറക്റ്റ് ഇൻകം. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. നമ്മൾ അടയ്ക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, നമ്മളിപ്പോൾ GST ആയാലും അത്തരം എന്തൊക്കെ ടാക്സുകൾ ഡ്യൂട്ടികൾ അടയ്ക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഇതിനകത്താണ് ചെയ്യുക. കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിനകത്താണ് ചെയ്യുക. ദെൻ എക്സ്പെൻസസ് ഡയറക്റ്റ്, അതേ മെത്തേഡ് തന്നെയാണ് അതിനകത്തുള്ളത്, ചെറിയ വേരിയേഷൻ അതിനകത്തുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസിന്റെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അത്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട, അത് സ്കിപ്പ് ചെയ്യാം. ദെൻ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ്സിനെയാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയാം. ഓക്കെ,
അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഇത്തരം തുടങ്ങിയ എല്ലാ സാധനങ്ങളെയും നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നാണ് പറയുക. ദെൻ ഇൻകം ഡയറക്റ്റ്, ഇൻഡയറക്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് ഇൻകവും ഇൻഡയറക്റ്റ് ഇൻകവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇൻഡയറക്റ്റ് ഇൻകം എന്താ? സെയിലല്ലാത്ത, നമ്മുടെ സ്ഥാപനത്തിലേക്ക് സെയിലല്ലാതെ വരുന്ന എല്ലാ ഇൻകത്തിനെയും നോർമലി ഇപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരുന്ന നോമിനൽ ഇൻകത്തെയൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള ചെലവുകളെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. വിൽക്കുന്ന ഉൾപ്പെടെ എന്ന് വെച്ചാൽ സെയിൽസിന്റെ അമൗണ്ടിനെ അല്ല, അത് വിൽക്കാൻ വേണ്ടി വരുന്ന ചെലവുകളെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഇൻകം അത് തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻസസ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നതിന്റെ ഈക്വൽ തന്നെയാണ് ഇൻഡയറക്റ്റ് ഇൻകം. ദെൻ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ സ്ഥാപനം എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്ഥാപനത്തിൻ്റെതാണ്, അതിൻ്റെ വ്യക്തിയുടേതല്ല, അതിൻ്റെ ഓണറുടെ അല്ല. സ്ഥാപനം എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പലതരത്തിലാവാലോ, പല ഷെയർസിലാവാം, ഡിബഞ്ചേഴ്സിലാവാം, അങ്ങനെ നമുക്ക് എന്തിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അതൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്യാം. ദെൻ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ്, നമ്മൾ ആർക്കെങ്കിലും ലോണോ അഡ്വാൻസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ ഓർ അഡ്വാൻസ്, അത് പ്രത്യേകിച്ചും വരിക പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളിലാണ്. പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളിലെ 4 പാർട്ട്ണർമാർ നടത്തുകയാണെന്ന് വെച്ചെങ്കിൽ ചില പാർട്ട്ണർമാർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നുണ്ട് വെച്ചെങ്കിൽ അവർ ഈ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുക്കും, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് അഡ്വാൻസ് എടുക്കും. അത്തരം സംഗതിയെ പറയുന്ന പേരാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ്. ദ നെക്സ്റ്റ് ലോൺസ് ലയബിലിറ്റി, നമ്മൾ കൊടുക്കുന്നത് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധ്യത. നമ്മുടെ ബാധ്യത, നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ ഒക്കെ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോൺസ് ലയബിലിറ്റി. മിസലേനിയസ് എക്സ്പെൻസ് അസറ്റ്, ഇത് നമ്മൾ സാധാരണ പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം അല്ലെങ്കിൽ കമ്പനികളൊക്കെ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് വരും. ആ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് എക്സ്പെൻസ് ആണ്, പക്ഷെ അത് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, ലിക്വിഡേഷൻ എക്സ്പെൻസ്. അത്തരം എക്സ്പെൻസുകളെയാണ് ഈ മിസലേനിയസ് എക്സ്പെൻസ് അസറ്റ് എന്ന് പറയുന്ന തരത്തിൽ ഉൾപ്പെടുത്തുന്നത്. ദെൻ പ്രൊവിഷൻസ്, ഇന്നലെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് പ്രൊവിഷൻസ്. പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് എന്തിനെങ്കിലും ആവശ്യം നമ്മൾ പ്രൊവിഷൻ വെക്കണതൊക്കെ പ്രൊവിഷൻ്റെ അണ്ടറിൽ വെക്കാം. ദെൻ പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് ചെയ്യുന്ന, വിൽക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്നതൊക്കെ പർച്ചേസ് അക്കൗണ്ട്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ്, നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ്, നമ്മുടെ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന റിസർവ്സും സർപ്ലസ് അധികമായിട്ട് നമ്മൾ നീക്കി വെക്കുന്നതൊക്കെ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ മലയാളത്തിൽ, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനികളിലാണ് ഇത് ഏറ്റവും അധികം ചെയ്യാൻ പറ്റുക. നമുക്ക് കിട്ടിയ ലാഭം, ഒരു കമ്പനിക്ക് കിട്ടിയ ലാഭം നമ്മൾ എല്ലാ ഓഹരി ഉടമകൾക്കായിട്ട് വീതിച്ചു കൊടുക്കും. അപ്പോൾ കമ്പനി ഡിസിഷൻ എടുക്കും, എല്ലാതും വീതിച്ചു കൊടുക്കണ്ട, കുറച്ച് തുക കമ്പനിക്ക് തന്നെ എടുക്കാം. അങ്ങനെ എടുക്കുന്ന തുകയുടെ പറയുന്ന പേരാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. മനസ്സിലായല്ലോ? ഓക്കെ. സെയിൽസ് അക്കൗണ്ട്, സെയിൽ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളും നമ്മൾ വിൽക്കാൻ വേണ്ടി, നമ്മുടെ പ്രധാന പരിപാടി വിൽക്കലാണ്, അത്തരം വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനൊക്കെ സെയിൽസ് അക്കൗണ്ട്. സെക്യൂർഡ് ലോൺസ്, നമുക്കറിയാലോ, കൊളാട്രൽ സെക്യൂരിറ്റി വെച്ച് എടുക്കുന്ന എല്ലാ ലോണുകളെയും സെക്യൂർഡ് ലോൺസ് എന്നാണ് പറയുക. ഓക്കെ. സ്റ്റോക്ക് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. സൺട്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവരെ പറയുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സ്, നമ്മൾ ആർക്കെങ്കിലും കടമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ സൺട്രി ക്രെഡിറ്റേഴ്സ് പറഞ്ഞത് നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിച്ചത് കൊടുക്കാനുണ്ടെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സും, നമ്മൾ ആർക്കെങ്കിലും കടമായിട്ട് കൊടുത്തിട്ട് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് സൺട്രി ഡെറ്റേഴ്സും. ഓക്കെ. സസ്പെൻസ് അക്കൗണ്ട്, അത് പലതരത്തിൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ടിന് ഉപയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും സംശയകരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, ആ ഹെഡ് കറക്റ്റ് അല്ല എന്നൊക്കെ തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റാം. അൺസെക്യൂർഡ് ലോൺസ്, അതിപ്പോൾ എന്താ പറയുക, അൺസെക്യൂർഡ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർഡ് അല്ലാത്ത ലോൺ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇത്രയും ഹെഡാണ് ഇതിനകത്തുള്ളത്. സംഭവം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, എന്തോ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പ്രശ്നം, ഇത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് നമ്മുടെ മെമ്മറിയിൽ ക്ലിക്ക് ആവണം. ഇല്ലെങ്കിൽ കുഴപ്പം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കറണ്ട് അസറ്റിലെ നമുക്ക് പലതും കൊണ്ടിടാൻ പറ്റും. ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റിൽ കൊണ്ടിടാം.
അപ്പൊ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ട്, ആ ഹെഡ് അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ കറണ്ട് അസറ്റിലെ ട്രീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് അത് പ്രായോഗികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ആവശ്യം നമ്മൾ ഈ ടാലി അതുപോലെയുള്ള അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത്, അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇത്തരം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തെറ്റായിട്ടൊരു ഹെഡ് കൊടുത്താൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് അത് എന്തുവരും, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് തരിക, കൂടുതൽ സങ്കീർണതയിലേക്ക് എത്തിക്കും. ഇവിടെയാണ് നേരത്തെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എല്ലാ സ്ഥാപനങ്ങളിലും സാറേ അക്കൗണ്ടന്റ് ഉണ്ടല്ലോ, പിന്നെ എവിടെയാ ഈ പ്രാക്ടീഷണർ ഓർ കൺസൾട്ടന്റിന് എന്താ പ്രത്യേകത? ഇപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഏത് പോലീസുകാരനും ചെയ്യാം. അതാണ് നമ്മുടെയൊക്കെ കൺസെപ്റ്റ്. പക്ഷെ ഇതിന്റെ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരും, അപ്പോഴാണ് വിയർക്കുക. ഇപ്പൊ ഞങ്ങളൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാത്ത ആൾക്കാരും അക്കൗണ്ടിങ് പഠിക്കാത്ത ആൾക്കാരാന്ന് കരുതുക. കമ്പ്യൂട്ടർ പഠിച്ചും അക്കൗണ്ടിങ് പഠിച്ചു വരുന്ന ആൾക്കാരോട് ഇതൊന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഇടാൻ പറഞ്ഞാൽ അവർ പറയും, അയ്യോ അതെങ്ങനെ ഇപ്പൊ ഈ സംഭവം എന്ന് ചോദിക്കും. ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുന്നുമുണ്ട്. അതുപോലെ അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ പറയുമ്പോൾ എൻ്റെ ഓഫീസിൽ ഉള്ള എൻ്റെ സുഹൃത്ത് ചിരിക്കുകയാണ്, മനസ്സിലായ? മുഖം കാണിച്ചു തരാൻ പറ്റില്ല, ഈ ക്യാമറ അങ്ങനെ ഫിക്സ് ആയി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായോ? ഒന്ന് സ്റ്റോപ്പ് ഷെയർ കൊടുത്തേ, മുകളിൽ. ഓക്കെ, ഇത് മനസ്സിലായോ? യെസ്, ക്ലിയർ. മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആയി. ദെൻ ഞാൻ അടുത്ത സെഷനിലേക്ക് പോവാണ്. നമുക്കത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുന്നു. യെസ് കൊടുക്കൂ, ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ഒന്നാമത്തെ കൊടുത്തില്ലേ, ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തില്ലേ? രണ്ടാമത്തെ ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ്. മുകളിൽ നോക്കൂ. അത് കൊടുത്തില്ല, ആദ്യത്തെ ക്യാപിറ്റൽ കൊടുത്തില്ലേ? ഇല്ല. അപ്പോൾ ആദ്യത്തെ ക്യാപിറ്റൽ കൊടുക്കൂ. അത് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ. ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ കൺട്രി ഇന്ത്യ, കേരള, അവർക്ക് അഡ്രസ്സൊക്കെ കൊടുക്കാം. നമ്മൾ ക്യാപിറ്റലും പ്രത്യേകിച്ച് അഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല. തോമസ് സാറിനെ വേണമെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇന്ത്യ ആണെന്ന് കാണിക്കാം, പാൻ നമ്പറൊക്കെ കൊടുക്കാം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഫർണിച്ചർ. ഞാൻ നമ്മുടെ ഏപ്രിൽ ലെഡ്ജർ ആണ് കേട്ടോ പറയുന്നത്. ഫർണിച്ചർ അത്ര കൊടുത്താൽ മതി, ഫർണിച്ചർ. ഓക്കെ, അതിൻ്റെ അണ്ടർ നമുക്ക് വരിക, ഏതിലാ വരിക? ഫർണിച്ചർ ഫിക്സഡ് അസറ്റിലാണ് വരിക. ഓക്കെ, ഓക്കെ കൊടുത്തോളൂ. ഇൻവെന്ററി എഫക്റ്റ് ചെയ്യില്ല, അതാണ് നോ എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇവിടെ കറണ്ട് അക്കൗണ്ട് ആയിരിക്കണം സാറ് തുടങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ബാങ്ക് അക്കൗണ്ടിന്റെ അണ്ടറിൽ ചേർക്കുന്നു. ഏറ്റവും ഫസ്റ്റ് ഉള്ള ബാങ്ക് അക്കൗണ്ട് ബി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ബിയുടെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും. അതിനകത്തുനിന്ന് നമ്മൾ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. തോമസ് ആൻഡ് കോ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കാം, ഒന്നും ചെയ്യണ്ട, അടിച്ചു കൊടുക്കുക. ദെൻ അതിൻ്റെ IFS കോഡ് അടിക്കാം, ബാങ്ക് നെയിം അടിക്കാം, അത്തരം കാര്യങ്ങളൊക്കെ അതിനടിക്കാം. ചെക്ക് ബുക്ക് പ്രിന്റിങ് അടിക്കാം, സെറ്റ് ചെക്ക് ബുക്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കൂടുതൽ ഇതിലേക്ക് പോവാതെ ലെഡ്ജർ ക്രിയേഷൻ മാത്രമാണ് നടത്തുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഉള്ളത് പർച്ചേസ്. പർച്ചേസ് അക്കൗണ്ടിലാണ് വരിക, അറിയാലോ നിങ്ങൾക്ക്. പി അടിച്ചാൽ പർച്ചേസ് അക്കൗണ്ട് വരും. ദെൻ ഓക്കെ, ഇൻവെന്ററി വാല്യൂ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത്, ഇൻവെന്ററി വാല്യൂ ആർ എഫക്റ്റഡ്, യെസ് എന്ന് കൊടുക്കണം. കാരണം പർച്ചേസ് അക്കൗണ്ടിനെ ഇൻവെന്ററി വാല്യൂ എഫക്ട് ചെയ്യും. നമ്മളിപ്പോ ഇത് ചെയ്യുന്നില്ലെങ്കിലും, ഇൻവെന്ററി എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇൻവെന്ററി വാല്യൂ എഫക്റ്റഡ് എന്നോടത്ത് യെസ് എന്ന് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, കൂടുതൽ അഡ്ജസ്റ്റ്മെന്റുകൾ പോവാതെ കുറെ ക്വിറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. ട്രാൻസ്പോർട്ടിങ്, എല്ലാ ലെഡ്ജറുകളും നമ്മളിവിടെ ചെയ്യുകയാണ്. ട്രാൻസ്പോർട്ടിങ്
എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മളിലേക്ക് സാധനം കൊണ്ടുവരാൻ ഉപയോഗിച്ചാണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇൻവെന്ററി വാല്യൂ എഫക്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് നോ എന്ന് കൊടുത്തത്. ഓക്കെ, ദെൻ അൺലോഡിങ്. അൺലോഡിങ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ സാധനം ഇറക്കി വെക്കാൻ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് സാധനം ഇറക്കി വെക്കുന്നവരേക്കുള്ള ചിലവൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആ കണക്കൂട്ടുന്നത്, അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ്. അതിന് ഇൻവെന്ററി വാല്യൂ ഒന്നും എഫക്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് നോ എന്ന് കൊടുത്തത്. ദെൻ ട്രാവലിംഗ് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. മീൻസ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് സാധനം എത്താൻ വേണ്ടി വന്ന ചിലവൊന്നുമല്ല, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളാണ്, ചെറിയ നോമിനൽ എക്സ്പെൻസ് ആണത്, അതുകൊണ്ട് അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇൻവെന്ററി വാല്യൂ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ദെൻ പിന്നെയുള്ളത് സെയിൽസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. സെയിൽസ് അക്കൗണ്ട് കണ്ടല്ലോ. ഓക്കെ, അത് ഇൻവെന്ററി വാല്യൂ എഫക്റ്റ് ചെയ്യും. യെസ്. ദെൻ പിന്നുള്ളത് XYZ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മളുടെ ആരാണ്? എൻ്റർ അടിക്കൂ. നമ്മുടെ സൺട്രി ക്രെഡിറ്റർ ആണ്, നമ്മൾ കടം വാങ്ങിച്ച ആളാണ്. ഓക്കെ, അപ്പൊ സൺട്രി ക്രെഡിറ്റേഴ്സ്. ബാലൻസ് മെയിൻറ്റെയിൻ അതും നമുക്ക് വേണ്ട, നോ ഒന്ന് കൊടുത്തു വയ്ക്കും, ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അഡ്രസ് നമുക്ക് അടിക്കാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദെൻ കേരള. ഓക്കെ, അവിടെ നമ്മളെ സ്റ്റേറ്റ് കേരള എന്ന് കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്. നമ്മൾ വേറെ സ്റ്റേറ്റോ കൊടുത്തു വെച്ചെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസും മറ്റതൊക്കെ അതിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ കേരളയാണ് നമ്മൾ XYZ ലിമിറ്റഡ് എറണാകുളത്ത് നിന്നോ പാലക്കാട് നിന്നൊക്കെയാണ് മേടിച്ചത്. ഓക്കെ, പിന്നെയുള്ളത് മോഹൻ. നമ്മൾ സെയിൽ ചെയ്തത് മോഹനാണ്. മോഹൻ. ഓക്കെ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൺട്രി ഡെറ്റർ ആണ്. ഉണ്ടല്ലോ. ഓക്കെ, എൻ്റർ അടിക്കൂ. അതുപോലെ കേരള എന്ന് കൊടുക്കണം. കേരളയും മറ്റു കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കേരള എന്നുള്ള മാറ്റി കൊടുക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ പോസ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ സാലറി. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കൊടുക്കുന്നു. ദെൻ റെന്റും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി നമ്മൾ ഇതിലൊന്നും ലെഡ്ജർ ചെയ്യാതിരുന്ന ഒരു സാധനമാണ് എന്ത്? സെയിൽസ് റിട്ടേൺ. അത് ഏതിൻ്റെ അണ്ടറിലാണ് വരിക? സെയിൽസ് അക്കൗണ്ടിന്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, ദെൻ പിന്നുള്ളത് പർച്ചേസ് റിട്ടേൺ. അത് ഏതിൻ്റെ അണ്ടറിൽ വരും? പർച്ചേസ് റിട്ടേൺ പർച്ചേസിന്റെ അണ്ടറിൽ വരും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലെഡ്ജർ ക്രിയേഷൻ കഴിഞ്ഞു. ഒന്ന് ഷെയറിംഗ് ഒന്ന് ഒഴിവാക്കുവോ? സ്റ്റോപ്പ് ഷെയറിംഗ്. മുകളിൽ. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് അതിൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു ഈ ഷെയർ മാറ്റി വെച്ചത്. എന്തെങ്കിലും സംശയമുണ്ടോ? നോ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പോവാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ വൗച്ചർ എൻട്രിയിലേക്ക് കടക്കാം. യെസ്, എസ്കേപ്പ് ചെയ്തോളൂ. ഇവിടെ എത്തി. ഇവിടെ നമുക്ക് ഇനി ഉള്ളത് അക്കൗണ്ടിങ് വൗച്ചർ ചെയ്യാന്നുള്ളതാണ്. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എൻ്റർ അടിച്ചോളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. F2 ഒന്ന് കേഴ്സർ വെച്ച്. F2 കണ്ടോ? ഡേറ്റ്. നമുക്ക് ഡേറ്റ് അവിടെ മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒറിജിനൽ ടാലിയിലാണ്, ഗോൾഡ് വെർഷൻ ടാലിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡേറ്റ് ഒക്കെ മാറ്റി ഏത് ഡേറ്റിൽ വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ എഡ്യൂക്കേഷൻ വെർഷൻ ടാലിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ
രണ്ട് ദിവസത്തെ ഡേറ്റ് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒറിജിനൽ വെർഷൻ ആയതുകൊണ്ടാണ് ഇത്ര സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് F2. ദെൻ അടുത്തത് F4 എന്ന് പറഞ്ഞൊരു കോൺട്ര ഉണ്ട്. കോൺട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് നമ്മളിലേക്കും ക്യാഷ് എടുക്കുന്ന ട്രാൻസാക്ഷൻ ആണ് വെച്ചെങ്കിൽ അത് കോൺട്ര വഴിയാണ് ചെയ്യുക. ഞാൻ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബാങ്കിൽ നിന്ന് ക്യാഷ് ആയിട്ട് ഞാൻ വിഡ്രോ ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ കോൺട്ര വഴിയാണ് ചെയ്യുക. ദെൻ അടുത്തത് F5 പേയ്മെന്റ്. അതാണ് ഇപ്പൊ ആക്റ്റീവായി നിൽക്കുന്ന നമ്മളവിടെ നിൽക്കുന്നത്. പേയ്മെന്റ് നമ്പർ 1 എന്ന് നിൽക്കുന്നത് F5 ആണ്. ഇതാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. ക്യാഷായി കൊടുക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഇതിലൂടെയാണ് ചെയ്യുന്നത്. ദെൻ F6 റെസിപ്റ്റ്. നമുക്കുള്ള ക്യാഷായിട്ട് വരുന്നതെല്ലാം ഇതിലൂടെയാണ് റെസിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ F7 ജേണൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജേണൽ എൻട്രീസ് എല്ലാം ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. നമുക്കൊന്ന് കാണാം, അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ദെൻ F8 സെയിൽസുമായിട്ട് എല്ലാം എഴുതുന്നത് F8 സെയിൽസിലാണ്. ദെൻ F9 പർച്ചേസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് F9 എന്നടിച്ചിട്ടാണ്. ദെൻ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഉണ്ട് അതിനകത്ത്. അത് അടിക്കണ നേരത്തെ നമുക്കത് പറയാം. അത് സെറ്റിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാണ്. ദെൻ നമുക്കിപ്പോൾ ആവശ്യം ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എൻട്രി ചെയ്യണം. അപ്പോൾ അതെന്താണ്? റെസിപ്റ്റ് ആണ്. അപ്പോൾ റെസിപ്റ്റിലെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു F6. F6 ചെറിയൊരു ലാഗ് ഉണ്ടാവും, കാരണം ഇത് ലൈവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന സിസ്റ്റവും അവിടെ ഇരിക്കുന്ന സെർവറും തമ്മിൽ ഏതാണ്ട് ഒരു 20 മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതുന്നു, നമ്മൾ ഡേറ്റ് 2020 ഏപ്രിൽ 1 F2 അടിച്ച്. കുറച്ച് ടൈം ബുദ്ധിമുട്ടുണ്ട് F2 അടിക്കാൻ. എല്ലാ കോളസും വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഷെയറിങ്ങിലും കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സ്വല്പം ലാഗിങ് ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ വൃത്തിയില്ലല്ലോ. ഓക്കെ. 1/4/2020 എൻ്റർ അടിച്ചോളൂ. നമ്മുടെ ഇപ്പം അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, ഈ ക്യാഷ് അക്കൗണ്ട് അതിൽ ഡീഫോൾട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ക്യാഷ് നമ്മൾ റൈസ് ചെയ്യാതിരുന്നത്, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാതിരുന്നത്. ക്യാഷ് അക്കൗണ്ട്. നമ്മുടെ അടുത്ത എൻട്രി എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ അടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ക്യാപിറ്റൽ അടിച്ചു 5 ലക്ഷം രൂപ. യെസ്. നറേഷൻ എന്താ എഴുതേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, BCom-ലും +2-നൊക്കെ പഠിച്ചിട്ടുണ്ട്. ബീയിങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്നോ അങ്ങനെയൊക്കെ അല്ലേ എഴുതാറ്? ബീയിങ് ക്യാപിറ്റൽ റിസീവ്ഡ്. എൻ്റർ അടിച്ചോ. സേവ് ചെയ്യുന്നു. യെസ്. ദെൻ രണ്ടാമത്തെ എൻട്രി നമ്മൾ എഴുതിയിട്ടുള്ളത് ഫർണിച്ചർ എന്നാണ്. അപ്പോൾ ഫർണിച്ചർ എന്താണ്? നമുക്ക് പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫർണിച്ചർ പേയ്മെൻറ്റിൽ അടിക്കുന്നു. ഓക്കെ. അതും നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ്. ഓക്കെ. അപ്പോൾ നമുക്ക് 50,000 രൂപ ഫർണിച്ചർ. 50,000. ബീയിങ് ബോട്ട് ഫർണിച്ചർ അങ്ങനെ വെച്ചാൽ മതി. ബീയിങ് വേണ്ട, ബ്രോട്ട് ഫർണിച്ചർ. ഓക്കെ. ഞാൻ നിങ്ങൾ അക്കൗണ്ടൻസി എങ്ങനെയാണ് പഠിച്ചെങ്കിൽ അങ്ങനെ ആക്കുന്നതാണ് കേട്ടോ. ഓക്കെ. ദെൻ SBIയിലേക്ക് നമ്മൾ കൊടുത്തു. എന്താ കൊടുത്തേ? കോൺട്ര ക്യാഷ്. ഓക്കെ. SBI. അടുത്തത് വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ, കണ്ടല്ലോ. 5,000 രൂപ. ഇതിലെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ വന്നത് എന്താ?
ഞാനത് തെറ്റ് തന്നെയാണ് പറയണത്. എന്താ പറയുന്നത്? ചെക്കാണ് പറയണത്. കണ്ടോ? നമുക്കൊന്ന് എൻട്രി ചെയ്ത് നോക്കാം. ചെക്ക് എൻട്രി ചെയ്തോ. നമുക്കൊരു സാധനം കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുമ്പോൾ എൻട്രി ചെയ്യുന്നത് എല്ലാം കമ്പ്യൂട്ടർ എടുക്കും. ടാലി അതുപോലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് എല്ലാം എൻട്രി ചെയ്യുന്നത് എടുക്കും. ഇപ്പം നിങ്ങൾ നോക്കി 5000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണുന്നത്. കണ്ടുവോ? കണ്ടല്ലോ. ശരിക്കും അത് എന്താ വേണ്ടത്? ഡെബിറ്റ് ബാലൻസ് ആണ് വേണ്ടത്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ആ ക്യാഷിന്റെ മുകളിലെ കറണ്ട് ബാലൻസ് ഒന്ന് എടുത്തു നോക്കി. ഈ എൻട്രികളൊക്കെ കാണാപ്പാടം പഠിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ 4,50,000 കാണുന്നത്. നമ്മൾ 5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇറക്കിയിട്ട് ഫർണിച്ചർ മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 4.5 ലക്ഷം രൂപയെ പാടുള്ളൂ. ശരിക്കും 5000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിട്ട് എത്ര കാണണം? 4,45,000 പാടുള്ളൂ. പക്ഷെ ഇവിടെ എത്ര കണ്ടേ? 4,55,000 കാണുന്നുണ്ട്. അതിനർത്ഥം എന്താ? നമ്മൾ പഠിച്ച കോൺട്രാ തെറ്റാണ്. അപ്പോൾ നമ്മളൊന്ന് എസ്കേപ്പ് ചെയ്യുന്നു. എസ്കേപ്പ് ചെയ്യൂ. അവിടെ ക്യാഷ് ഒന്ന് മാറ്റി അവിടെ ബാങ്ക് ആക്കുന്നു. SBI സെലക്ട് ചെയ്യുന്നു. SBI അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ. ഇനി ആ SBIയുടെ അവിടെ എന്താക്കുന്നു? ക്യാഷ് ആക്കുന്നു. ഇത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, 4,40,000 ആയി. അപ്പോ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കോൺട്രയിലെ അക്കൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തായിരിക്കണം? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായിരിക്കണം. പർട്ടിക്കുലർ ബാങ്കിന്റെ പേരായിരിക്കണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ക്യാഷ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ അക്കൗണ്ട് ബാക്കിയെല്ലാം നമ്മൾ എന്താ ചെയ്തത്? ക്യാഷ് അക്കൗണ്ട് എന്നാണ് കൊടുത്തത്. അതായത് ക്യാഷുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്തത്. പക്ഷെ കോൺട്രയിൽ ഡീൽ ചെയ്യുന്നത് ക്യാഷും ബാങ്കുമായിട്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തെറ്റ് വരും. എല്ലാവരും തെറ്റിച്ചിട്ട് എഴുതാറ്. ഞാനും തെറ്റിച്ചിട്ട് തന്നെ എഴുതിയത്. ഓക്കെ, മറക്കാതിരിക്കുക. കോൺട്രയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാകണം. ബാങ്കിന്റെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, അതിന്റെ നറേഷൻ എഴുതിയില്ല. അത് കൊടുത്തിട്ട് പോയാൽ മതി. ക്യാഷ് എൻ്റർ അടിച്ചോ. അതിൽ നമുക്ക് ഡിനോമിനേഷൻസ് ഒക്കെ കൊടുക്കാം. പോട്ടെ ഡിനോമിനേഷൻ കൊടുത്തോ? അല്ലാതെ പോവില്ല. ഒന്നുകൂടി എൻ്റർ അടിച്ചു നോക്കി. പോ നോക്കി. പോട്ടെ. നറേഷൻ ബീയിങ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു SBI. ബീയിങ്, ബിഗിനിങ് അല്ല, ബീയിങ്. ബീയിങ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. സേവ് ചെയ്തോളൂ. ദെൻ അടുത്തത് നമുക്ക് ഉള്ളത് പർച്ചേസ് ആണ്. പർച്ചേസ് നമുക്കറിയാലോ, F9 ആണ് നമ്മുടെ ഇത്. അപ്പോൾ F9 ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പർച്ചേസ് നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ നമ്പർ 1 ആണ് വൗച്ചർ എൻട്രിയിലെ. നമുക്ക് ഇൻവോയ്സ് നമ്പറും നമ്മുടെ പർച്ചേസ് അല്ല, അതായത് നമ്മുടെ ബിൽ നമ്പർ അല്ല ആ 1, അതല്ല അവിടെ വരുന്നത്. സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. അപ്പൊ അത് സംതിങ് നമുക്ക് എഴുതാം. ഒരു 5241 എന്ന ഇൻവോയ്സ് നമ്പർ അനുസരിച്ചാണ് നമുക്ക് സാധനം വന്നത്. എൻ്റർ അടിക്കൂ. ഡേറ്റ് 1/4/2020 തന്നെയാണ്. അവിടെ നമുക്ക് വേറെ ഡേറ്റ് 31-ാം തീയതി നമ്മൾ വാങ്ങിച്ചത് 1-ാം തീയതിയാണ് കൊടുന്നേച്ചെങ്കിൽ നമ്മൾ അവിടെ അടിക്കേണ്ടത് 31/3/2020 എന്നാണ്. പക്ഷെ അതേസമയം നമ്മൾ ഇന്ന് മേടിച്ച സാധനം ആയതുകൊണ്ടാണ് നമ്മളവിടെ എന്താ എഴുതുന്നത്? 1/4/2020 എന്ന് എഴുതുന്നത്. നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഏതാ? 1/4/2020. ദെൻ എൻ്റർ. പാർട്ടി അക്കൗണ്ട് 9 നമ്മൾ എവിടുന്ന വാങ്ങിച്ചത്? XYZ ലിമിറ്റഡിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു സെക്കൻഡ്. ഇല്ല, ആ പർച്ചേസ് നമുക്ക് ക്യാഷിനാ വാങ്ങിച്ചത്. അപ്പോൾ XYZ ലിമിറ്റഡ് അല്ല, ക്യാഷിനാ വാങ്ങിച്ചത്. ക്യാഷ്. ഓക്കെ, എൻ്റർ അടിച്ചോളൂ. റെഫറൻസ് ഒന്നും കൊടുക്കണ്ട. ക്യാഷ്, പർച്ചേസ് ലെഡ്ജർ, പർച്ചേസ്. നെയിം ഓഫ് ഐറ്റം പർച്ചേസ് തന്നെ സെലക്ട് ചെയ്താൽ മതി. അതിൽ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തോളൂ. എൻഡ് ഓഫ് ലിസ്റ്റ് നമ്മൾ എൻട്രി. അത് എന്താ കാര്യം എന്ന് പറയുന്നത്? നമ്മൾ ഈ ഇൻവോയ്സ് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് അങ്ങനെ ഐറ്റം ചോദിക്കുന്നത്. ദെൻ എൻ്റർ അടിച്ചോ. അവിടെ മറ്റേ അവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്ത് വരില്ല അല്ലേ? അതൊന്ന് മാറ്റി കൊടുത്തോ. ക്യാഷ്. ഓക്കെ, 2.5 ലക്ഷം. ക്യാഷ് വേണ്ട. ഓക്കെ. നറേഷൻ
ബീയിങ് പർച്ചേസ്ഡ് ഗുഡ്സ്. ദെൻ 1-ാം തീയതി തന്നെ അടുത്ത ട്രാൻസാക്ഷൻ ട്രാൻസ്പോർട്ടിങ്. അപ്പോൾ ട്രാൻസ്പോർട്ടിങ് എന്താ? നമ്മുടെ പേയ്മെന്റ് ആണ്. F5 ആണ്. പേയ്മെന്റ് അടിച്ചു. അക്കൗണ്ട് ഏതാ? ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ. ദെൻ 1500 രൂപ ട്രാൻസ്പോർട്ടിങ്. 1500 രൂപ. ബീയിങ് ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ്. ദെൻ അടുത്തത് അതിൽ തന്നെ അൺലോഡിങ് ചാർജ് ആണ്. അപ്പോൾ അൺലോഡിങ് ക്യാഷ് അക്കൗണ്ട് ആണ്. അൺലോഡിങ് 275 രൂപ. അൺലോഡിങ് ചാർജ് പെയ്ഡ്. ബീയിങ് അൺലോഡിങ് ചാർജ് പെയ്ഡ്. ആ ബീയിങ് സാധാരണ അക്കൗണ്ടിങ്ങിന്റെ ഫോർമാറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അൺലോഡിങ് LOAD കണ്ടു. ബീയിങ് അൺലോഡിങ് ചാർജ് പെയ്ഡ്. ദെൻ അടുത്തത് ട്രാവലിംഗ്. ട്രാവലിംഗ് അതുപോലെ പേയ്മെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ക്യാഷിൽ കൊടുത്തു പേയ്മെന്റ്. ട്രാവലിംഗ് 170 170 ബീയിങ് ട്രാവലിംഗ് ചാർജ് പെയ്ഡ്. ഇനി അടുത്ത ദിവസം 5-ാം തീയതി ഡേറ്റ് മാറ്റുന്നു. F2 ഡേറ്റ് കോളം എടുത്ത് മാറ്റി 5-ാം തീയതി എന്നാക്കണു. ഓക്കെ. നമുക്ക് സെയിൽസ് ആണ്. അത് ക്യാഷിനാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. 11,500 രൂപ അല്ലേ? അല്ല, 1,15,000 രൂപ. യെസ്. സെയിൽസ് റെഫറൻസ് നമ്പർ നമ്മുടെ സെയിലിൽ 1 തന്നെ കൊടുത്താൽ മതി. ഓക്കെ. നമ്മുടെ ആദ്യത്തെ സെയിലാണ്. ബൈ ക്യാഷിനാണ് സെയിൽസ്. ആ 1,15,000. ഇനി ടു സെയിൽസ്. സെയിൽസ് ബീയിങ് സെയിൽസ് ഇൻകേർഡ്. ബീയിങ് സെയിൽസ് ഇൻകേർഡ്. സെയിൽസ് ഇൻകേർഡ് INCURED. കുഴപ്പമില്ല. ഓക്കെ. ഇനി ഒന്ന് സ്റ്റോപ്പ് ഷെയർ അടിക്കുക. ഓക്കെ. ഇവിടം വരെ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഇവിടെ വരെ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം. ക്യാമറ ഓണാവും, കുഴപ്പമില്ല. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. മനസ്സിലായി? ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തേക്ക് 6-ാം തീയതി. ഓക്കെ. 6-ാം തീയതി നമ്മുടെ പർച്ചേസ് ആണ്. ഞാൻ ഈ പുസ്തകം എടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഒരു കൈ വേദനിക്കുക, അതാണ് പ്രശ്നം. പർച്ചേസ് 6-ാം തീയതി പർച്ചേസ്. അത് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഒരു 6,000 കൊടുത്തോളൂ. ഓക്കെ. ഡേറ്റ് 6-ാം തീയതി. XYZ ലിമിറ്റഡിൻ്റെ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ. XYZ ലിമിറ്റഡ് നമ്മൾ 35,000 അല്ല, പർച്ചേസിലല്ല ഇപ്പം നിൽക്കുന്നത്. 35,000 കൊടുക്കൂ. ദെൻ ബൈ പർച്ചേസ് 50,000. ഇതാണ് നമ്മുടെ എൻട്രി. പക്ഷേ നമ്മൾ ക്യാഷ് എത്ര കൊടുത്തിട്ടുണ്ട്? 15,000 കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ആ 15,000 നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ടു ക്യാഷ് വരില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടു XYZ ലിമിറ്റഡിന്റെ അവിടെ എന്ത് ചെയ്യണം? 50,000 തന്നെ ആക്കണം. എന്നിട്ട് ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്യണം. കൊടുക്കൂ.
ഇനി അത് അവസാനിപ്പിച്ച് പർച്ചേസ്. ഓക്കെ, ആ നറേഷൻ നമ്മൾ കൊടുക്കണം. ദെൻ അന്ന് തന്നെ അടുത്തൊരു എൻട്രി നമ്മൾ ഏതിൽ കൊടുക്കണം? പേയ്മെന്റിൽ കൊടുക്കണം. എന്തെന്ന് പറയണം? ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്തു. അപ്പൊ ക്യാഷ് XYZ ലിമിറ്റഡ് എത്രയാ? 15,000. ഓക്കെ, ക്യാഷ് പെയ്ഡ്. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് നറേഷൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ അടിച്ച സമയം കളയേണ്ട വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ പിന്നെ അടുത്തത് സെയിൽസ്. സെയിൽസ് നമ്മുടെ രണ്ടാമത്തെ സെയിലാണ്. അപ്പൊ 2 തന്നെ കൊടുക്കുന്നു. ബൈ എന്താ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും വരുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. മോഹനാണ് നമ്മൾ കൊടുത്തത് അല്ലേ? അപ്പൊ എന്താ കൊടുക്കേണ്ടത്? മോഹൻ. അതിലൊരു എൻട്രിയുടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ആകെ സെയിൽസ് എത്രയാ? 75,000 ആണ്. ഓക്കെ, ആകെ സെയിൽസ് 75,000. മോഹന് കൊടുത്തതാകെ എത്രയേ ഉള്ളൂ? 25,000 രൂപ കടമുള്ളൂ. അപ്പൊ മോഹന് 25,000 കൊടുക്കുക. ഞാൻ അടുത്തത് സെയിൽസ് എന്ന ഫിഗറിലെ നമ്മൾ എത്ര കൊടുക്കുക? 75,000 കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത് വരും, ബൈ ക്യാഷ് അടിക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ മോഹന്റെ അവിടെ എന്ത് കൊടുക്കണം? അല്ല, ക്യാഷ് കൊടുക്കണം. അവിടെ നമ്മൾ ക്യാഷ് ഒന്ന് കൊടുക്കണം. കണ്ടല്ലോ, ആ മോഹന്റെ അവിടെ ക്യാഷ് ഒന്ന് കൊടുക്കുന്നു. അത് എത്ര കൊടുക്കുക? ആ ക്യാഷ് എത്ര കൊടുക്കുക? 25,000 ആണോ? ക്യാഷ് ആണോ അവിടെ? അല്ല, മോഹന്റെ അവിടെ കൊടുക്കുക. മോഹൻ എന്നുള്ളതിൽ എന്ത് കൊടുക്കുക? സോറി, ഇപ്പൊ ക്യാഷ് എഴുതി കൊടുത്ത് നമ്മൾ 50,000 കൊടുക്കുക. അങ്ങനെ കൊടുത്തോ? അപ്പൊ ശരിയാവും. 50,000. ദെൻ സെയിൽസ് 50,000. ഒരു എൻട്രി കൂടി പാസ് ചെയ്യുക. എന്ത് തോന്നിട്ട്? ബൈ മോഹൻ 25,000. അതേ സെയിൽ തന്നെ ബൈ മോഹൻ 25,000. ഇത് മൾട്ടി ലെഡ്ജറിങ് വഴി ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. ബൈ മോഹൻ 25,000 ടു സെയിൽസ് 25,000. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയം, ഒരു എൻട്രി കൂടി എഴുതിയിട്ട് നമുക്കത് അവിടെ നിർത്താം. SBIയിലേക്ക് 1000 രൂപ കൊടുത്തു. നേരത്തെ നമ്മൾ SBIയിലേക്ക് 5,000 ഇട്ടു. അപ്പോൾ കോൺട്ര കൊടുക്കണം. കോൺട്രയിലെ SBI സെലക്ട് ചെയ്യണം, ഫസ്റ്റ് അക്കൗണ്ട്. അതിലേക്ക് 1000 രൂപ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കാം. ഇതിന്റെ ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എൻട്രി അടിച്ചോ, ഒന്ന് ഡീറ്റെയിൽ കൊടുത്തേ. കണ്ടല്ലോ. ഇപ്പൊ നമ്മളൊന്ന് നോക്കൂ, ട്രേഡിംഗ് അക്കൗണ്ടിലെ പർച്ചേസ് എന്നുള്ള ഫിഗറിലെ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട്. 3 ലക്ഷം രൂപയായോ? 50,000 രൂപ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 2.5 ലക്ഷം രൂപ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ലക്ഷം രൂപ. ഒന്ന് എൻട്രി അടിച്ചേ, ഒന്നുമണി. ഇതാണ് പർച്ചേസ്. 1/4 നമ്മൾ 2.5 ലക്ഷം രൂപ പർച്ചേസ് ചെയ്തു. XYZ ലിമിറ്റഡിന്റെ അടുത്ത് നിന്ന് 50,000 രൂപ പർച്ചേസ് ചെയ്തു. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ, ഞാൻ സ്കിപ്പ് ചെയ്തോളൂ. ഇത് നിങ്ങൾ കാണിച്ചു തരുന്ന വഴി റിപ്പോർട്ടും കൂടെ കാണിച്ചു തരികയാണ് കേട്ടോ. ദെൻ നമ്മൾ അടിച്ചു ട്രാൻസ്പോർട്ടിങ്. ഡയറക്റ്റ് എക്സ്പെൻസിലെ ടോട്ടൽ 1775 ആണ്. അത് ട്രാൻസ്പോർട്ടിങ്ങും അൺലോഡിങ്ങും ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഡീറ്റെയിൽ കാണാനുള്ളത്. സെയിൽസ് അക്കൗണ്ട് കണ്ടല്ലോ, 1,90,000 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡീറ്റെയിൽ ഒന്ന് എടുത്തേ. 1,15,000 രൂപയ്ക്ക് 5-ാം തീയതി നമ്മൾ സെയിൽസ് നടത്തി ക്യാഷിനെ. രണ്ടാമതും ഒരു 50,000 രൂപ ക്യാഷിന് സെയിൽ നടത്തി. മൂന്നാമത് നമ്മൾ മോഹന് 25,000 രൂപയുടെ സെയിൽ നടത്തി. ക്യാഷ് റെക്കോർഡ് ചെയ്ത് കണ്ടല്ലോ.
ഓക്കെ. ദെൻ പിന്നുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആകെ 170 രൂപയാണ് അടിച്ചിട്ടുള്ളത്. ഒന്ന് സ്റ്റോപ്പ് ഷെയർ അടിച്ച് അവിടെ തന്നെ നിർത്തിയിട്ട്. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ഈ കാര്യത്തിൽ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഇത് ചെയ്യുമ്പോഴേ വളരെ എളുപ്പാട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് മാറുക എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള എൻട്രിയിൽ നിന്ന് ചെറുതായിട്ട് വേരിയേഷനിലാണ് ചെയ്തത്, പക്ഷെ അതേ എൻട്രീസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടാലിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത് ചെയ്യാം. റൈറ്റ്. ഇനി അടുത്തത് വൗച്ചർ എൻട്രിയിലേക്ക് തന്നെ. നമ്മൾ 7-ാം തീയതി എൻട്രി പറഞ്ഞിട്ടുള്ളത് SBIയിൽ നിന്ന് 750 രൂപ വിഡ്രോ ചെയ്തു എന്നാണ്. അപ്പോൾ കോൺട്രയിൽ അവിടെ കൊടുക്കേണ്ടത്, അക്കൗണ്ടിൻ്റെ അവിടെ കൊടുക്കേണ്ടത് ക്യാഷ് എന്നാണ്. 750 രൂപ വിഡ്രോ ചെയ്തു SBIയിൽ നിന്ന്. ഓക്കെ. ഇനി നമ്മൾ നറേഷൻ അടിക്കില്ല, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ 7-ാം തീയതി ആ എൻട്രി ഒന്ന് മാറ്റി 7-ാം തീയതി ആക്കണം. നേരത്തെ അടിച്ച 6-ാം തീയതിയാണ്. ഒന്ന് അപ്പടിച്ചോളൂ, അപ്പടിച്ചു. അത് 7-ാം തീയതിക്ക് മതി. ഓക്കെ, സേവ് ചെയ്തോളൂ. സേവ് ചെയ്തു. ഓക്കെ. പിന്നുള്ളത് നമ്മൾ XYZ ലിമിറ്റഡിന് 15,000 രൂപ കൊടുത്തു. വളരെ എളുപ്പമല്ലേ പേയ്മെന്റ്? ക്യാഷ് XYZ ലിമിറ്റഡ് 15,000. ദെൻ പിന്നെയുള്ളത് മോഹന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കിട്ടി. അപ്പോ റെസിപ്റ്റ് മോഹന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കിട്ടി. ക്യാഷ് മോഹൻ 10,000 രൂപ. ഓക്കെ. പിന്നെ നമുക്കുള്ളത് പോസ്റ്റേജ് 20 രൂപ. പേയ്മെന്റിലെ പോസ്റ്റേജ് ക്യാഷ് പോസ്റ്റേജ് 20 രൂപ. അടുത്തത് 8-ാം തീയതി നമ്മുടെ ഒരു എൻട്രി വരുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ജേണൽ എൻട്രി ആയിട്ടാ വരിക? എന്തായിട്ടാ വരിക? സെയിൽസിലൊന്ന് അടിച്ചു നോക്കിക്കേ. സെയിൽസിന്റെ ഹെഡിലാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സെയിൽസിലൊന്ന് അടിച്ചു നോക്കാം, നടക്കുമോ നോക്കാലോ, അതിന്റെ ഡീറ്റെയിൽ മറ്റേ. ഓക്കെ. റെഫറൻസ് നമ്പർ 1 എൻട്രി ചെയ്തോ. ബൈ നമ്മൾ എന്താ ബൈ കൊടുത്തിരുന്നേ? ബൈ സെയിൽസ് റിട്ടേൺ എന്നാണ് കൊടുത്തിരുന്നത്. വരുമോ അതിനകത്ത്? ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ ജേണൽ എൻട്രിയിലാണ് ചെയ്യേണ്ടത്. അതാണ് ജേണൽ എൻട്രിയുടെ പ്രത്യേകത. തിരിച്ചു പോയിക്കോളൂ. അപ്പൊ ജേണൽ എൻട്രിയിൽ ഇപ്പൊ നോക്കി നോക്കിയേ, സെയിൽസ് റിട്ടേൺ വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ ബൈ സെയിൽസ് റിട്ടേൺ. ഓക്കെ. അവിടെ സെയിൽസ് റിട്ടേണിന്റെ സ്ഥലത്ത് 5,000 രൂപ. അത് ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയേ? ടു മോഹൻ. ഓക്കെ. ഇവിടെയാണ് നമ്മുടെ എഴുതുന്ന എൻട്രിക്ക് പ്രാധാന്യം. ഇവിടെ മാത്രമേ നമ്മളിപ്പോൾ ബൈയും ടു ഉപയോഗിച്ചുള്ളൂ. ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ ജേണൽ എൻട്രീസ് ആണ് എഴുതുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ എൻട്രി സേവ് ചെയ്തോളൂ. ദെൻ അടുത്തത് മോഹന്റെ കയ്യിൽ നിന്ന് നമുക്ക് 10,000 രൂപ കിട്ടി. അത് ജേണലിലല്ല വരിക, റെസിപ്റ്റിലാണ്. ഓക്കെ. 10,000 രൂപ മോഹന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്തു. XYZന് പർച്ചേസ് റിട്ടേൺ ചെയ്തു. നമ്മൾ ഏതിലാ പോവാ? ജേണലിൽ ചെയ്യണം. അപ്പൊ ജേണലിൽ ചെയ്യുമ്പോൾ നമ്മുടെ എൻട്രി എന്തായിരുന്നു? XYZ ലിമിറ്റഡ് ബൈ XYZ ലിമിറ്റഡ് എന്നായിരുന്നു. അത് കൊടുത്തു 8,500 രൂപ. ടു ആർക്കാ? എന്താ സംഭവം? പർച്ചേസ് റിട്ടേൺ. ടു പർച്ചേസ് റിട്ടേൺ. ഓക്കെ. 8,500. ഓക്കെ.
ദെൻ പിന്നെയുള്ളത് നമ്മൾ ഈ XYZ ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് നമ്മൾ 12,500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. ഓക്കെ, പർച്ചേസ് ഒരു ഏതെങ്കിലും ഒരു നമ്പർ ഇട്ടോളൂ. ഓക്കെ, 10-ാം തീയതി അപ്പോൾ പർച്ചേസ് ചെയ്തു XYZ ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് 12,500 രൂപ. ഡേറ്റ തന്നെ XYZ ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു 12,500 രൂപ. ഓക്കെ, ദെൻ പിന്നുള്ളത് നമ്മൾ XYZ ലിമിറ്റഡിന് 24,000 കൊടുത്തു. പേയ്മെന്റ് ക്യാഷ് XYZ ലിമിറ്റഡ് 24,000. ഇനി നമുക്ക് റിപ്പോർട്ട്സിലേക്ക് ഒന്ന് പോവാം. നമുക്ക് 4 അക്കൗണ്ടാണ് ഇവിടെ നോക്കേണ്ടത്. ഒന്ന് സെയിൽസ്, ഒന്ന് പർച്ചേസ്, ഒന്ന് മോഹൻ, ഒന്ന് XYZ. അപ്പോൾ സെയിൽസും പർച്ചേസും നമുക്ക് കാണുന്ന എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഓക്കെ, അതൊന്ന് കൊടുത്തോളൂ. ഒന്ന് ഡീറ്റെയിൽ കൊടുത്തേ. ഇതിൽ കണ്ടല്ലോ, നമ്മൾ പർച്ചേസ് ചെയ്തത് ക്യാഷിന് 2.5 ലക്ഷം, XYZ 50,000 രൂപ, ദെൻ ഒരു 12,500 രൂപ. അങ്ങനെ 3 പർച്ചേസാണ് ഉള്ളത്. ഓക്കെ, ദെൻ അത് പർച്ചേസ് റിട്ടേൺ വന്ന് കിടക്കുന്നുണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ 8,500 രൂപ. ഓക്കെ, ദെൻ അടുത്ത് അപ്പോൾ നെറ്റ് ഇഫക്റ്റില് 3,04,000 രൂപ പർച്ചേസ് അക്കൗണ്ട്. അവിടെ തന്നെ ഡീറ്റെയിൽ കൊടുത്തേ. ഔട്ട് ഓഫ് ഫണ്ട് അതാവുന്നില്ല, അപ്പുറത്ത് കൊടുക്കും, മുകളിൽ റൈറ്റ് സൈഡിൽ. ഓക്കെ, ഇപ്പൊ കണ്ടല്ലോ, പർച്ചേസ് 3,12,500 രൂപ, പർച്ചേസ് റിട്ടേൺ 8,500 രൂപ. ഓക്കെ, ദെൻ പിന്നെ കാണുന്നത് സെയിൽസിലെ 1,90,000 രൂപ, സെയിൽസ് റിട്ടേൺ 5,000 രൂപ. കണ്ടല്ലോ. ദെൻ അടുത്തത് പോസ്റ്റേജും ഇതുമൊക്കെ. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടെ കാണാം? ബാലൻസ് ഷീറ്റിൽ കാണാം. മോഹന്റെ അക്കൗണ്ടും മറ്റവരുടെയും ബാലൻസ് ഷീറ്റ്. ഒന്ന് ഡീറ്റെയിൽ കൊടുത്തേ. നോക്കിക്കേ, ക്യാപിറ്റൽ അക്കൗണ്ട് 5 ലക്ഷം മാറാതെ നിൽക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് നോക്കൂ, നമ്മുടെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. കറണ്ട് അസറ്റിൽ നിൽക്കുന്നത് താഴേക്കിറക്കൂ. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് 3,23,785 ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് 5,250 ആ സൺട്രി ഡെറ്റേഴ്സ് ഒന്നും എടുത്തേ. നമുക്ക് മോഹന്റെ അക്കൗണ്ട് നോക്കാൻ. എൻട്രി അടിക്ക്. ഇപ്പൊ ഒന്നുമില്ല. ഇനി മോഹന്റെ അക്കൗണ്ട് മാത്രം നമുക്കൊന്ന് പിടിച്ചേ. ലെഡ്ജറിൽ പോയിട്ട് അവിടെ അല്ല, ഡിസ്പ്ലേയിലെ അക്കൗണ്ട് ബുക്ക്, ലെഡ്ജർ, മോഹൻ. കണ്ടല്ലോ, മോഹന്റെ അക്കൗണ്ട് നോക്കൂ. 6/4 25,000 രൂപ സെയിൽ ചെയ്തു. കണ്ടോ? നമ്മളേന്ന് മേടിച്ചോണ്ടായി. അതില് ക്യാഷ് 10,000 തന്നു, സെയിൽസ് റിട്ടേൺ 5,000 തന്നു, ദെൻ ക്യാഷ് 10,000 തന്നു. അങ്ങനെ 25,000 ക്ലോസ് ആയി. കണ്ടല്ലോ. ഓക്കെ, ദെൻ അടുത്തത് ഇനി നമ്മുടെ XYZ താഴെ. ഇവിടെ നോക്കൂ, 50,000 നമ്മൾ പർച്ചേസ് ചെയ്തു, 15,000 കൊടുത്തു 6-ാം തീയതി, 7-ാം തീയതി 15,000 കൊടുത്തു, 8-ാം തീയതി പർച്ചേസ് റിട്ടേൺ 8,500. 8-ാം തീയതി അല്ല കേട്ടോ, അത് 10-ാം തീയതിയാണ്. അന്ന് അമെൻഡ് ചെയ്തേ 8,500. അത് അമെൻമെന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ അത് അമെൻഡ് ചെയ്യണത്. 10-ാം തീയതി. ഓക്കെ, 10-ാം തീയതി 8,500 പർച്ചേസ് റിട്ടേൺ. അന്ന് തന്നെ 10/4 നമ്മൾ 12,500 പർച്ചേസ് ചെയ്തു, ക്യാഷ് 24,000 അടച്ചു, അവരുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു. ഇനി ഒരു 2 എൻട്രി കൂടി അടിച്ചാൽ നമ്മുടെ ഈ മാസം കഴിയും. സാലറിയും റെന്റും അതുകൂടെ അടിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോകുന്നു. വീണ്ടും നമ്മൾ പേയ്മെന്റ് സെക്ഷനിൽ പോകുന്നു. നമുക്ക് സാലറിയും റെന്റും ആണ് അടിക്കേണ്ടത്. നമ്മുടെ ഡേറ്റ് 30 ഏപ്രിൽ 30.
സാലറി 5000, സാലറി 5000, റെന്റ് 2000, റെന്റ് 2000. ഒന്നുകൂടെ എടുക്കാം, നമുക്ക് റിപ്പോർട്ട്സ് എടുക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം. ഒന്ന് ഇതാക്കിയാൽ മതി. നോക്കിയേ, പർച്ചേസ് 3,12,500, പർച്ചേസ് റിട്ടേൺ 8,500. അതിന്റെ മൈനസ് ചെയ്ത ഫിഗർ അതിന്റെ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് 3,04,000. ഇവിടെ നമ്മളെ ബാധിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ റിപ്പോർട്ട്സ് എല്ലാം വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത ഗ്രൂപ്പ് തെറ്റാണെങ്കിൽ ഇത് വന്ന് നിൽക്കുന്നത് വേറെ പല സ്ഥലത്തും ആയിരിക്കും. ഒരു ഗ്രൂപ്പ് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇത് വേറെ സ്ഥലത്ത് നെഗറ്റീവ് ബാലൻസ് ആയിട്ടോ വേറെ സ്ഥലത്ത് വേറെ തരത്തിലൊക്കെ ആയിട്ടോ വന്ന് നിൽക്കുക. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് 29 ഗ്രൂപ്പ് ഹെഡുകളുണ്ട്. അത് നിങ്ങൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ ടാലി പഠിച്ചു എന്നിട്ട് വെറുതെ ഇരിക്കലാവും, ഒന്നും നടക്കില്ല. ആർക്കും ഒന്നും നടക്കാറില്ല. എല്ലാവരും ടാലി പഠിച്ചിട്ട് വരും, എന്നിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇത് ഏതിൻ്റെ അണ്ടറിലോ കൊടുക്കുകയെന്ന് ചോദിക്കും. അത്യാവശ്യം ചിലപ്പോൾ ക്യാപിറ്റലോ സെയിൽസോ പർച്ചേസോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഐറ്റത്തെ വിവേചിച്ചറിഞ്ഞു കൊടുക്കുക എന്നുള്ള ആ ഒരു നോളജ് നിങ്ങൾ പെട്ടെന്ന് ഒരാൾക്ക് ലഭിക്കുന്നതല്ല. അത് ചെയ്തു കൊണ്ടേയിരുന്നാൽ മാത്രമേ ലഭിക്കുള്ളൂ. ദെൻ സെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിൽസ് 1,90,000 ആണ്. അതിന് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് 5,000 ആണ്. നെറ്റ് എന്ന് പറയുന്നത് 1,85,000 ആണ്. ഓക്കെ, കണ്ടല്ലോ. ഇനി നമുക്കുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലെ നമ്മൾ നോക്കിക്കേ. പോസ്റ്റേജ് 20 രൂപ, റെന്റ് 2,000 രൂപ, സാലറി 5,000 രൂപ, ട്രാവലിംഗ് 170 രൂപ. ഇതാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആകെ തന്നിട്ടുള്ളത് 1,30,30,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെന്നാണ്. ദാറ്റ് ഈസ് അഡ്ജസ്റ്റിംഗ് എൻട്രി ആണ്. ഓക്കെ, അത് നമ്മളിപ്പോൾ ഒന്ന് കൊടുക്കുന്നില്ല. അതൊന്ന് കൊടുത്താൽ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും. ഇനി ബാലൻസ് ഷീറ്റ്. ഡീറ്റെയിൽ കൊടുക്കുക. ഡീറ്റെയിൽ ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 5 ലക്ഷം തന്നെയാണ്. അതിനകത്ത് ഫ്ലെക്സിബിലിറ്റി ഒന്നും വന്നിട്ടില്ല. ദെൻ ഇപ്പുറത്ത് ഫർണിച്ചർ 50,000 രൂപ കണ്ടല്ലോ. ദെൻ സൺഡ്രി ഡെറ്റേഴ്സ് ഒന്നും നമുക്കില്ല, നമുക്ക് സൺഡ്രി ക്രെഡിറ്റേഴ്സും ഇല്ല ഇപ്പുറത്ത്. അതെല്ലാം ബാലൻസ് ചെയ്ത് പോയതാണ്. നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് ഇപ്പോൾ എന്ന് പറയുന്നത് 3,16,785 രൂപയാണ്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് 5,250 രൂപയാണ്. ഇത്രയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നാണ്. അത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എഴുതുമ്പോൾ അത് പോവും. ഓക്കെ, ഇത്രയുമാണ് ടാലി. ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തു.